ഹായ് ഹലോ. അപ്പോൾ ഞങ്ങൾ വയനാട് എത്തിയിട്ടോ. ഞങ്ങൾ കുറ്റ്യാടി വഴിയാണ് വയനാട്ടിലേക്ക് വന്നത്. ആ വഴി വരുമ്പോഴാണ് ഈ റിസോർട്ട് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ആ വഴിയാണ് വന്നത്. അപ്പോൾ ഞങ്ങളിതാ കുറച്ച് വെള്ളവും സ്നാക്സ് ചായ ഇതൊക്കെ കുടിച്ച് ഇവിടുന്ന് വെള്ളമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് വയനാട്ടിലേക്ക് കയറി. വയനാട്ടിൽ ചുരം കയറി. അത്യാവശ്യം നന്നായിട്ട് കോട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഞങ്ങൾക്ക് ഒരു റിസോർട്ടും റെഡി ആയിട്ടില്ല. ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയ ട്രിപ്പ് ആയതുകൊണ്ട് റിസോർട്ടുകളൊന്നും വിളിച്ച് ബുക്ക് ചെയ്തില്ലായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഒരു റിസോർട്ട് ബുക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് എന്താ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് റിസോർട്ട് എന്നൊന്നും പറയാനില്ല, ഒരു വീട്. അപ്പം ഈ ഒരു അവസരത്തിൽ ഇതെങ്കിലും കിട്ടിയല്ലോ എന്നാ. ഞങ്ങൾ കാറിലൊക്കെ കിടന്നുറങ്ങിയ നേരം വെളുപ്പിക്കാന്ന് വിചാരിച്ച ആൾക്കാരാണ്. പക്ഷെ ഇതെങ്കിലും കിട്ടിയല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ ഒരു സത്യം മനസ്സിലാക്കിയത്. ഈ വീടിൻ്റെ അപ്സ്റ്റെയർ പോർഷനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. താഴെ ബാച്ചിലേഴ്സ് ഉണ്ട് എന്നുള്ള ഒരു സങ്കടകരമായ വാർത്ത അറിഞ്ഞത്. കാരണം നമ്മളെ പ്രൈവസി നഷ്ടപ്പെട്ടു. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരുമ്പം ഒരു ഒറ്റയ്ക്ക് ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു വീട് ആയാലും കുഴപ്പമില്ല. പക്ഷെ ഇത് ഇങ്ങനെ ആയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയൊരു മൂഡ് ഓഫ് ആയിപ്പോയി എല്ലാവരും. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇതാണ് പറയണത്, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നമ്മൾ ട്രിപ്പിന് വരരുത് എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഒരു റിസോർട്ടെങ്കിലും ബുക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കണം എന്ന്. അപ്പോൾ ഇതാണ് വലിയ ഒരു 3 ബെഡ്റൂമുള്ള ഒരു സാധാരണ ഒരു വീട്. അത്രയേ ഉള്ളൂ. വേറെ ഒരു സെറ്റപ്പോ ഒന്നുമല്ല, ഒരു റിസോർട്ട് സെറ്റപ്പ് ഒന്നുമല്ല. പക്ഷെ ഇതെങ്കിലും ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഇതെങ്കിലും കിട്ടിയല്ലോ, അത് മതി. ഞങ്ങൾ സാധാരണ ഞങ്ങൾ ട്രിപ്പ് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്നും കുറച്ച് വിട്ടിട്ടാണ് പൂള്. അതുകൊണ്ട് നമുക്ക് പ്രൈവസിക്ക് വലിയൊരു വിഷയം ഉണ്ടായിരുന്നില്ല. പിന്നെ അവരെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടായില്ല കേട്ടോ. ഞങ്ങളെ കൊണ്ട് അവർക്കേ ശല്യം ഞങ്ങൾക്കൊരു ഗംഭീര പെർഫോമൻസ് ആണ് വേണ്ടത് കേട്ടോ. ഓക്കെ, make some noise. ஒரு 2-3 லைன் கொஞ்சம் வேற மாதிரி ட்ரை பண்ணலாம். ചെയ്യണ്ടേന്ന് ഞാൻ പറഞ്ഞില്ലടാ. പൊട്ടപ്പെട്ട നോക്കടാ, തുടുത്ത പുങ്കവിളി നനുത്ത കൊഞ്ചുമിളി.